നദി പോലെ ജ്ഞാനമൊഴുകിയിരുന്ന അക്ബർ ചക്രവർത്തിയുടെ വിശിഷ്ടമായ കൊട്ടാരത്തിൽ സ്വത്വത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും വിധിയുടെ അത്ഭുതകരമായ വഴിത്തിരിവുകളിലൂടെയും ഒരു കഥ വികസിച്ചു. ഈ കഥ ആരംഭിച്ചത് യുവരാജകുമാരനും തെരുവിലെ ഒരു പാവപ്പെട്ടവനുമായുള്ള യാദൃശ്ചിക കണ്ടുമുട്ടലിലാണ്. ഒരു വെയിലുള്ള സായാഹ്നത്തിൽ സലീം രാജകുമാരൻ സാധാരണ വസ്ത്രം ധരിച്ച് തിരക്കേറിയ മാർക്കറ്റിലൂടെ നടക്കുമ്പോൾ തന്നോട് അസാധാരണമായ സാദൃശ്യമുള്ള അർജുൻ എന്ന പേരുള്ള ഒരു ആൺകുട്ടിയെ ശ്രദ്ധിച്ചു. കൗതുകത്തോടെ കുസൃതിക്കാരനായ രാജകുമാരൻ അർജുനെ സമീപിക്കുകയും ഒരു ദിവസത്തേക്ക് മാത്രം വേഷങ്ങൾ കൈമാറാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. സംശയിക്കാത്ത പാവം സമ്മതിച്ചു. ഇരുവരും വസ്ത്രങ്ങളും സ്ഥാനങ്ങളും കച്ചവടം ചെയ്തു. സലീം രാജകുമാരൻ പാവപ്പെട്ടവൻ്റെ ജീവിതത്തിലെ വെല്ലുവിളികൾ തരണം ചെയ്തു മുന്നേറിയപ്പോൾ സാധാരണക്കാർ നേരിടുന്ന കഠിനമായ യാഥാർത്ഥ്യങ്ങൾ, പരിമിതമായ വിഭവങ്ങൾ, തുച്ഛമായ ഭക്ഷണം, അതിജീവനത്തിനായുള്ള പോരാട്ടം എന്നിവ അദ്ദേഹം കണ്ടെത്തി. ഇതിനിടയിൽ മഹത്തായ വിരുന്നുകൾ മുതൽ വസ്ത്രങ്ങൾ വരെയുള്ള കൊട്ടാര ജീവിതത്തിലെ ആഡംബരങ്ങളിലും പദവികളിലും അർജുൻ അമ്പുരപ്പെട്ടു. ചെറിയ ചിരിയും പാഠവും നൽകി കമ്പോളത്തിലെ അജാരകത്വത്തിൽ സലീം രാജകുമാരൻ സഹാനുഭൂതിയുടെ മൂല്യവും തൻ്റെ രാജകീയ സ്ഥാനത്തോടൊപ്പം വന്ന ഉത്തരവാദിത്വവും പഠിച്ചു. തിളങ്ങുന്നതെല്ലാം സ്വർണമില്ലെന്നും ലളിതമായ ജീവിതത്തിന് അതിൻ്റേതായ ഗുണങ്ങളുണ്ടെന്നും കൊട്ടാരത്തിൻ്റെ ഐശ്വര്യത്തിൽ അർജുൻ തിരിച്ചറിഞ്ഞു. ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ഗ്രഹണശക്തിയുള്ള ബീർബൽ രാജകുമാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും വിചിത്രമായ പെരുമാറ്റം ശ്രദ്ധിച്ചു. അറിയാവുന്ന ഒരു പുഞ്ചിരിയോടെ അവൻ അവരുടെ അടുത്തേക്ക് ചെന്ന്, യോ ഹൈനസ്, നിങ്ങൾ ഇന്ന് രസകരമായ ഒരു സാഹസിക യാത്ര ആരംഭിച്ചതായി തോന്നുന്നു. രാജകുമാരനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബീർബൽ പറഞ്ഞു. സംഭവത്തിൽ പിടിക്കപ്പെട്ട രാജകുമാരൻ ആ തന്ത്രം ഏറ്റുപറഞ്ഞു. എന്നിരുന്നാലും ബീർബൽ പാരമ്പര്യേതര ആശയത്തെ അഭിനന്ദിക്കുകയും രാജകുമാരനും മുഴുവൻ കോടതിക്കും വിലപ്പെട്ട ഒരു പാഠമാക്കി മാറ്റാൻ തീരുമാനിക്കുകയും ചെയ്തു. അന്ന് വൈകുന്നേരം രാജകൊട്ടാരത്തിൽ ബീർബൽ അന്നത്തെ സംഭവങ്ങൾ വിവേകത്തോടെയും നർമ്മത്തോടെയും അവതരിപ്പിച്ചു. അക്ബർ ചക്രവർത്തി ഉൾപ്പെടെയുള്ള കൊട്ടാരവാസികൾ കഥയുടെ ചുരുളഴിയുമ്പോൾ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ചു. തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ രാജകുമാരനെയും പാവപ്പെട്ടവരെയും വിളിച്ചു വരുത്തി. കൊട്ടാരത്തിലെ തൻ്റെ ദിവസത്തെക്കുറിച്ച് അർജുൻ പറയുമ്പോൾ താൻ ഒരിക്കലും സങ്കല്പിക്കാത്ത ഒരു ലോകത്തിലേക്കുള്ള കാഴ്ചയ്ക്ക് നന്ദി പറഞ്ഞു. സലീം രാജകുമാരനാകട്ടെ സാധാരണക്കാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അംഗീകരിക്കുകയും കൂടുതൽ അനുകമ്പയുള്ള ഭരണാധികാരിയാവുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. ഈ പാരമ്പര്യേതര പരീക്ഷണങ്ങളിലൂടെ ലഭിച്ച ഉൾക്കാഴ്ചകളിൽ ആകൃഷ്ടനായ അക്ബർ ചക്രവർത്തി തൻ്റെ മകനിലേക്ക് തിരിഞ്ഞു. സലീം, അദ്ദേഹം പറഞ്ഞു, ഒരു യഥാർത്ഥ നേതാവ് താൻ ഭരിക്കുന്നവരുടെ ജീവിതം മനസ്സിലാക്കുന്നു. ഇന്ന് നിങ്ങൾ നേടിയ സഹാനുഭൂതി നിങ്ങളെ നീതിമാനും അനുകമ്പയുള്ളതുമായ ഭരണാധികാരിയാക്കും. നർമ്മത്തിൻ്റെ സ്പർശം ചേർത്തുകൊണ്ട് ബീർബൽ പറഞ്ഞു. രാജകുമാരനും ഈ പാവപ്പെട്ടവനും ഞങ്ങളെയെല്ലാം വിലപ്പെട്ട ഒരു പാഠം പഠിപ്പിച്ചതായി തോന്നുന്നു. ചിലപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ യഥാർത്ഥമായി മനസ്സിലാക്കാൻ ഞങ്ങൾ പരസ്പരം ചെരിപ്പിടേണ്ടി വരും. കോടതി പൊട്ടിച്ചിരിയിൽ മുഴുകി. രാജകുമാരൻ്റെയും പാവപ്പെട്ടവൻ്റെയും കഥ അക്ബർ കൊട്ടാരത്തിൻ്റെ വാർഷികത്തിൽ ഒരു പ്രിയപ്പെട്ട കഥയായി മാറി. ഗുണപാഠം: സമഭാവനയാണ് ഫലപ്രദമായ നേതൃത്വത്തിൻ്റെ ആണിക്കല്ലെന്ന് രാജകുമാരനും പാവപ്പെട്ടവരും കോടതിയെയും വരും തലമുറകളെയും പഠിപ്പിച്ചു. എല്ലാ വ്യക്തികളുടെയും വൈവിധ്യമാർന്ന അനുഭവങ്ങൾ മനസ്സിലാക്കുന്നത് ജീവിതത്തിൽ അവരുടെ സ്ഥാനം പരിഗണിക്കാതെ അനുകമ്പയും ഐക്യവും കൂടുതൽ നീതിയുക്തമായ സമൂഹമായും വളർത്തുന്നു. Love to watch this video. You can like, share and subscribe.